നമുക്ക് സത്മൂർത്തികളെ വീട്ടിൽ വയ്ക്കാം, അത് പൂജിക്കാം, ആ വാസന നമ്മളിലേക്ക് വരും. ശ്രീകൃഷ്ണനെ വെച്ചോ ഓടക്കുഴലൊക്കെ വായിച്ചിരിക്കണം നല്ലത്. നോക്കാം, ഒരാൾക്ക് ഇതിനോടൊരു താല്പര്യം തോന്നണം, പ്രേതാത്മാക്കളെ കാണണം, ഇതറിയണം, ഇതെന്താണെന്ന് നോക്കണം. എന്തിനാണ് നല്ല ആത്മാക്കളുള്ള? ഇപ്പം ചില ആൾക്കാരുണ്ട് ഇവിടുന്ന് ബോംബെ പോയ ആദ്യം വേശ്യാലയത്തിലേക്ക് പോകുന്നു. ഋഗ്വേദം പഠിച്ചിട്ടുള്ളവർക്കറിയാം ഇത് കറക്റ്റാണ്. ജന്മത്തിൽ വൈഷ്ണവാരാധന നടത്തിയിരുന്ന ഒരു ആത്മാവാണ് ഇപ്പോൾ ഈ ശരീരത്തിൽ കുടികൊള്ളുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഞാൻ ഇന്ന സമയത്ത് ഇന്ന കോടതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ വെച്ച് ഗർഭാവസ്ഥയിൽ മരണപ്പെടുകയായിരുന്നു, മനസ്സിലായി. എന്നിട്ട് അന്ന് പറഞ്ഞു, അന്ന് അവിടെ ജില്ലാ കോടതിയിൽ ജഡ്ജിയായിരുന്ന ആളുടെ പേര് പറഞ്ഞു. ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ശരിയാണ്, അവിടെ ഇരുന്ന സ്ത്രീ ഇതിലും മരണപ്പെട്ടിട്ടുണ്ട്. നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജി ഉണ്ടോ എന്നുള്ളതല്ലേ സംശയം? അല്ലല്ല, അവിടെ ചോദിച്ചു അത് തന്നെയല്ലായിരുന്നു. എന്നോടല്ല, അവിടെ സാറിനോടൊരു ചോദ്യം ചോദിച്ചില്ലേ, അത് പറഞ്ഞ് നെഗറ്റീവ് പോസിറ്റീവ് എനർജി അല്ലേ. എനിക്ക് അതിനൊരു ഭാഷ്യം പറയാനുണ്ട്, അതുകൊണ്ടാണ്. എന്തായാലും ഗുണം കിട്ടുന്ന കാര്യമല്ലേ, നിങ്ങളെല്ലാവരും വന്ന് ഗുണം കിട്ടാനാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ വച്ചേക്കണതിൻ്റെ ഒരു ടോപ്പിങ്സ് എടുത്ത് വെക്കണുള്ളൂ. സാറ് പറഞ്ഞ് ശരി തന്നെയാണ്, തെറ്റെന്നല്ല. ഇതിൻ്റെ വേറൊരു മനസ്സിലാവാൻ കുറച്ചുകൂടി എളുപ്പമുള്ളൊരു കാര്യം പറയാം. നമുക്ക് ദേവതാ സങ്കല്പങ്ങളും ദൈവസങ്കല്പങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. നമുക്കെല്ലാ ദൈവങ്ങളും നല്ലത് തന്നെയാണ്. ഇത് ഓരോ ആവശ്യത്തിന് വേണ്ടി ഓരോ രൂപങ്ങൾ എടുത്തതാണ്. നമ്മുടെ വീട്ടിലാരെങ്കിലും നരസിംഹമൂർത്തിനെ വെച്ച് പൂജിക്കാറുണ്ടോ? ഉണ്ടോ? നെഗറ്റീവ് എനർജി ആണോ? അല്ല, എനർജികളെല്ലാം ഒന്നേ ഉള്ളൂ. അത് പോസിറ്റീവിലേക്ക് നെഗറ്റീവിലേക്ക് മാറുന്ന സാഹചര്യം അനുസരിച്ചാണ്. ഇപ്പം നിങ്ങൾ നരസിംഹമൂർത്തി അതൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ജന്മം കൊണ്ടതാണ്, അത് രൗദ്രഭാവമാണ്. നമുക്ക് സത്മൂർത്തികളെ വീട്ടിൽ വയ്ക്കാം, അത് പൂജിക്കാം, ആ വാസന നമ്മളിലേക്ക് വരും. ശ്രീകൃഷ്ണനെ വെച്ചോ ഓടക്കുഴലൊക്കെ വായിച്ചിരിക്കണം നല്ലതാണ്. റോഡ് സൈഡിൽ വയ്ക്കേണ്ടത് പരശുരാമനെയാണ്, അല്ലെങ്കിൽ പരമശിവനെയാണ്. കാരണം അങ്ങനെ ആരും വയ്ക്കാറില്ല, അത് ക്ഷേത്രങ്ങളിലേ വയ്ക്കുള്ളൂ. അത് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ദേവതാ ദേവീ സങ്കല്പങ്ങളുടെ ഉഗ്രമൂർത്തികളെ പൂജിച്ചാൽ നിങ്ങൾക്ക് ആ സ്വഭാവ ക്വാളിറ്റി നിങ്ങളുടെ വീട്ടിലേക്ക് വരും. നിങ്ങളുടെ ഫാമിലി ലൈഫിന് രൗദ്രഭാവം നന്നായിരിക്കുമോ? അത് പോസിറ്റീവ് എനർജിയാണോ നെഗറ്റീവ് എനർജിയാണോ? പട്ടാളക്കാർക്ക് വേണ്ടതോ രൗദ്രഭാവമല്ലേ വേണ്ടത്? അവിടെ ഓടക്കുഴലിൽ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. സാഹചര്യം അനുസരിച്ച് അത് മാറി മറിഞ്ഞു വരും. ഇങ്ങനെ ഉദാഹരണത്തിൽ കൂടെ മാത്രമേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഞാൻ വെള്ള വസ്ത്രം ഇട്ടേക്കാണ്, ആ വെള്ള വസ്ത്രം ഇട്ടുകൊണ്ട് മണ്ണ് നല്ലതാണ്, മണ്ണാണ് നമുക്കെല്ലാം തന്നത്. ഭൂമിദേവിയുടെ ശരീരഭാഗമാണ് മണ്ണ് അല്ലേ. വെള്ള വസ്ത്രം ഇട്ട് അതിൽ പോയിരുന്നാലോ, അപ്പോൾ അത് നെഗറ്റീവായി പെട്ടെന്ന് കാണും ഇല്ലേ. എന്നാൽ മണ്ണില്ലാണ്ട് വല്ല കാര്യം നടക്കുമോ? അത് പോസിറ്റീവാണ്. സ്വർണത്തിനകത്ത് മണ്ണ് നോക്കിയാൽ കാണില്ല, മണ്ണിനകത്ത് സ്വർണ്ണം ഉണ്ടാവും. നമുക്ക് സ്വർണ്ണമാണ് വേണ്ടത് അന്വേഷിച്ച് മണ്ണിൽ നിന്ന് നമുക്ക് കണ്ടെടുത്താം. നമ്മുടെ പോസിറ്റീവ് മണ്ണല്ല, അവിടെ സ്വർണ്ണമാണ്. നമുക്ക് മണ്ണിന് അവിടെ നെഗറ്റീവാണ്, മണ്ണിനെ മുഴുവൻ നമുക്ക് കളഞ്ഞു. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് മണ്ണാണ്, നെഗറ്റീവ് എനർജിയാണ്. കാരണം നമ്മൾ മുഴുവൻ നെഗറ്റീവായിട്ടായിരിക്കുന്നത്. എനിക്ക് വേണ്ട ദുർവാസനയാണ്, എനിക്ക് വേണ്ട ദുർശക്തിയാണ്, എനിക്ക് വേണ്ടത് പെട്ടെന്ന് കാര്യം നടക്കലാണ്. പഞ്ചപാണ്ഡവരും ഫാമിലിയുടെ എണ്ണം എത്രയാ? ദുശാസനം അങ്ങനെ തുടങ്ങല്ലേ. അപ്പോൾ എണ്ണം എവിടെയാണ് കൂടുതൽ? ഇതാണ് പ്രപഞ്ചത്തിൽ നെഗറ്റീവ് എനർജി കൂടുതലെന്ന് പറയണത്. അല്ലാണ്ടത് കൂടുതലായിട്ടല്ല, ആ പേരിൽ തന്നെ ദുർ എന്നിട്ട് വെച്ചേക്കുക. അത് ഒരെണ്ണത്തിന് വേണ്ടി കൊടുത്തായിരുന്നു, അതിനെ കഷ്ണിച്ച് ഇത്രയും ആക്കി. അപ്പോൾ പിന്നെ അത് ദുർവാസനയായിട്ട് മാറിയില്ലേ. ഒരെണ്ണത്തിന് കൊടുക്കണത് ഒരെണ്ണമായിട്ട് ഉപയോഗിക്കില്ല. അത് നമ്മുടെ ഋഷിവരന്മാർ മുതൽ തുടങ്ങിയതാണ്. അമ്മയ്ക്കും മോക്കും ഋഷിയുടെ പേര് ഞാൻ മറന്നുപോയി. ഒരേ ഋഷി തന്നെ, പരശുരാമൻ്റെ മുത്തശ്ശനെ ഞാനീ പറഞ്ഞത്. പേരറിയാം ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു, കുഴപ്പമില്ല. ജമദഗ്ന മഹർഷിയാണോ? അല്ലോ, ജമദഗ്ന മഹർഷിയാണോ? അല്ല, അപ്പൂപ്പൻ ആയിക്കോട്ടെ, കഥ പറഞ്ഞുതരാം. അദ്ദേഹം അമ്മയ്ക്കും മൂക്കും ഭൃഗു മഹർഷി. കൊള്ളാം, ധർമ്മപത്നിയാണ് പറഞ്ഞു തന്നെ, സന്തോഷം. ഇതിങ്ങനെ ഒരേ പാത്രത്തിൽ പ്രസാദം കൊടുക്കുകയാണ്. രണ്ടുപേർക്കും നല്ല കുട്ടികളുണ്ടാവാൻ വേണ്ട. ഗുരുവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇവിടെ രാജ ക്വാളിറ്റിയുള്ള പുത്രൻ വേണം, അവിടെ വേണ്ടത് സന്യസിക്കാൻ വേണ്ട, സന്യാസ പാരമ്പര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടിയാണ് വേണ്ടത്. അപ്പം നാരദമുനി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ഈ പാത്രം ഇത്ര ചെറുതായിട്ടിരിക്കണേ, അമ്മയ്ക്കല്ലേ ശരിക്കും വലുത് വേണ്ടതെന്ന്. പുള്ളി കുനിഷ്ടൊപ്പിച്ചതല്ല, ഒരു കൗതുകം ചോദിക്കുമല്ലോ. അപ്പം നമ്മളൊരാൾ ആദ്യം കാണും,
അയ്യോ മുടിയൊക്കെ പോയല്ലോ എന്ന് പറയും, ഇല്ലേ? അയ്യോ കറുത്തു പോയല്ലോ, പണ്ടേ കറുത്തായിരുന്നു, ഇപ്പം എന്നെ കാണുന്നവരെന്നും പറയും കറുത്തു പോയല്ലോ, ഞാൻ ജന്മനാ കറുത്തതാ, എന്നാ വെളുത്തതെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പം മുടി കാണുമ്പോൾ ചോദിക്കും, ഇത് ദൂരം മുടിയേ ഉള്ളൂ, എത്ര നാളത്തെ മുടിയാന്ന് ചോദിക്കും. ഇത് എനിക്ക് പണ്ട് ജനിക്കുമ്പോൾ അത്രയും മുടി ഉണ്ടായില്ല, ആണായതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്നതുപോലെ മഹർഷിയുടെ ഒരു രീതി അതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ജീവിത ഉദാഹരണം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹം എത്ര സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞതെന്നുള്ളത്. ഗണപതി ഭഗവാൻ ലോകം കറങ്ങാൻ പോയപ്പോൾ പറഞ്ഞു, മോനെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി കറങ്ങിയാൽ സൂത്രവിദ്യ പറഞ്ഞു കൊടുത്തതല്ല, നിഷ്കളങ്കനായ മകൻ പോയിട്ട് ചെയ്തു, അവൻ്റെ കാര്യം നടന്നു. അവൻ്റെ ത്രികാല ജ്ഞാനമാണോ മറ്റെന്തോ ആണോ സദ്ബുദ്ധി അല്ലാണ്ട് ദുർബുദ്ധി ഉപദേശിച്ചു കൊടുത്തതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. നാരദമുനി നല്ലത് തന്നെയാണ്, പക്ഷേ അമ്മയുടെ ഉള്ളിൽ കളങ്കമുള്ളത് കൊണ്ട് അമ്മയുടെ കളങ്കിത ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി. സാധനത്തെ മാറ്റിവെച്ചു, ശാപം കിട്ടി, അടുത്ത തലമുറയിലേക്ക് പോയി, പരശുരാമൻ ജനിച്ചു. ഇപ്പോൾ എവിടെയാണ് ദുർശക്തി അവിടെ ഉണ്ടായത്? നല്ല രീതിക്ക് പറഞ്ഞ കാര്യം ദുർവാസനയുള്ള അമ്മയിലേക്ക് എത്തിയപ്പോൾ ദുർശക്തിയായിട്ട് മാറി. ഇവിടെ സദ്മൂർത്തികൾ നമുക്ക് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് വേണ്ടതുണ്ട്. എന്നിട്ട് പിന്നെ എന്തിനാ ഇതെങ്ങാണ്ട് കിടക്കുന്ന കോഴിയിറച്ചി കിടക്കുന്ന ഒരു അപ്പൂപ്പൻ്റെ അടുത്തേക്ക് ഓടിപ്പോണത്? എന്തിയേ ഗുരുവായൂർ അയ്യപ്പസ്വാമി പോലെ ഇങ്ങനെ കിടക്കുക, വഴി നീളെ സദ്മൂർത്തികൾ കിടക്കുക. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇത് അങ്ങടെങ്ങാണ്ട് കിടക്കുന്ന കോഴിയിറച്ചി ഇന്ന അപ്പൂപ്പൻ ഉണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകും. അപ്പോൾ എനിക്ക് തിന്നാൻ കോഴിയിറച്ചിയാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്, അല്ലാണ്ട് എനിക്കതിൽ നിന്ന് അനുഗ്രഹം കിട്ടാനല്ല. പരശുരാമനും പരമശിവനും 10 തലയുള്ള രാവണനും രണ്ടുപേരും പരമശിവൻ്റെ ഭഗവാന്റെ ശിഷ്യന്മാരായിരുന്നു. രണ്ടുപേർക്കും ആത്മലിംഗം കൊടുത്തതല്ലേ? ഒരുത്തിന് കിട്ടിയത് വഴിയെ കളഞ്ഞിട്ടോ, ഒരുത്തിന് കിട്ടിയത് പരശുരാമ ഭഗവാന് കിട്ടിയത് അത് കൊണ്ടുപോയി നല്ല ഭദ്രമാക്കി കൊണ്ടുപോയി വയ്ക്കേണ്ട അടുത്ത് വെച്ചു, മറ്റത് വഴിക്ക് കൊണ്ട് കളഞ്ഞേച്ചു പോയി. എന്താ? ദുർവാസനകളാണ് അവിടെ ഉള്ളത്. എന്നാൽ ഈ പരശുരാമനെ അറിയില്ലാത്തതല്ല രാവണന്. ഈ രാവണനെ രക്ഷിക്കാൻ വേണ്ടി തന്നെ പരശുരാമൻ പോയിട്ടുണ്ട്, അവരെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പരശുരാമൻ്റെ ശക്തി എത്രയാണെന്ന് അറിയില്ലാണ്ടല്ല, അഹങ്കാരം തലയ്ക്ക് കയറിക്കഴിഞ്ഞാൽ, അതാണ് 10 തല. അഹങ്കാരം തലയ്ക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുർവാസനകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, സദ്വാസന ഒന്നും അവിടെ ഉണ്ടാവില്ല. അപ്പം നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമ്മൾ തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അധർമ്മിയെ പോയി കണ്ടുപിടിക്കും, എനിക്ക് എന്താ ധർമ്മപത്നിയെ കിട്ടാൻ കാരണം? എനിക്ക് ചെറുപ്പത്തിലേ ഉള്ളത് സദ്വാസനകളാണ്. ഞാൻ ആഗ്രഹിച്ചത് എനിക്കൊരു ധർമ്മപത്നി വേണമെന്നായിരുന്നു. ഞാൻ ആഗ്രഹിച്ചത് വിദ്യാഭ്യാസത്തിന് എനിക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അതുകൊണ്ട് എഞ്ചിനീയർ ആയിട്ടുള്ള ഭാര്യയെ കിട്ടിയത്. ഞാൻ അവിടെ സൗന്ദര്യത്തിനോ മുടിക്ക് നീളം വേണമെന്നോ കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ വേണമെന്നോ ഞണ്ട് പോലെ നടക്കണമെന്നൊന്നും ഓർത്തില്ല. സ്വത്ത് വേണമെന്നോ സ്ത്രീധനൊന്നും ആലോചിച്ചില്ല. എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഭാര്യയെ കിട്ടിയെന്നുള്ളത്. കാണാൻ ഭംഗിയുള്ളത് വേണം, 7 ഏക്കർ സ്ഥലം വേണം. എന്തിനാ? എനിക്ക് സ്വത്തിനോടൊന്നും ആവശ്യമില്ല. 7 ഏക്കർ ഒറ്റ മോളുള്ളിടത്തുനിന്നേ കെട്ടുള്ളൂ, ആങ്ങളമാർ വേണ്ട, പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലം വേണം, അതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഭാര്യ ആയിരിക്കില്ല കിട്ടിയത്. അപ്പം നമ്മുടെ ഉള്ളിലെ വാസനയാണ് നമ്മൾ അന്വേഷിച്ച് പോണത്, അല്ലേ? അപ്പം നെഗറ്റീവ് എനർജി ഈ പ്രപഞ്ചത്തിൽ നിറച്ചുണ്ട്. ഇവിടെ മുഴുവൻ നെഗറ്റീവ് എനർജി ഇല്ലേ, പോസിറ്റീവ് എനർജി ഇല്ലേ? ഞാൻ പോസിറ്റീവ് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. എനിക്ക് നിങ്ങളുടെ ഒക്കെ പോസിറ്റീവേ കാണാൻ പറ്റുന്നുള്ളൂ, നിങ്ങളുടെ ഒന്നും നെഗറ്റീവ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിലെ നെഗറ്റീവാണ് ഞാൻ കാണണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇരിക്കില്ല, ചാടി പുറത്തു പോകും. കാരണം ഇതുങ്ങളോട് സംസാരിച്ചിട്ട് എന്താ കാര്യം തോന്നി ഞാൻ അങ്ങോട്ട് പോകും. ഇതിങ്ങനെ കൂടി മനസ്സിലാക്കിയാൽ നല്ലതാണ്. പൈസാറ് പറഞ്ഞത് കറക്റ്റാണ്, ഒരു തെറ്റുമില്ല. ഇതും കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കി വെച്ചാൽ കുറച്ചുകൂടി നല്ലത്. അടുത്ത ചോദ്യം എനിക്കുള്ളതുണ്ടായിരുന്നു, അതെന്ന് പറയട്ടെ. എന്തായിരുന്നു സാറിന്? ഡയമെൻഷൻസ്, പല പല തലങ്ങൾ. ഡയമെൻഷൻസ്, മരണശേഷം സോൾസ് എവിടെ പോകുന്നു എന്നുള്ളതാണ് ഈ സാധാരണ ഞാൻ ഈ യൂട്യൂബിൽ നിരപ്പ കേൾക്കണാണ് ഈ പൂർവ്വകാല ജന്മത്തിൻ്റെ കഥ. സത്യത്തിലൊന്ന് ചോദിക്കട്ടെ, ഈ ജന്മത്തിലുള്ള ഭാര്യയെയും ഈ ജന്മത്തിലുള്ള ഭർത്താവിനെയും ഈ ജന്മത്തിലുള്ള മക്കളെയും മാതാപിതാക്കളെയും സ്നേഹിക്കണമാണോ നല്ലത്, അതേ പൂർവ്വകാല ജന്മം അന്വേഷിച്ചു പോകണമാണോ നല്ലത്? ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. ലിവ് ഇൻ ദ പ്രസൻറ്റ്. പൂർവ്വകാലം മറന്നു കളാം. 3000 വർഷം മുൻപ് എവിടെയായിരുന്നു? അത് ഒരു ജന്മമല്ലല്ലോ ഉള്ളൂ. നമ്മുടെ 3000 വർഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3000 വർഷം. ഈ 14 ഡയമെൻഷൻ ഉണ്ടില്ലേ, നമ്മുടെ ഒരു ഡയമെൻഷനെ പറ്റി നമ്മുടെ സാമാന്യ രീതിയിൽ ബലികർമ്മ സമയത്ത് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്.
നമ്മുടെ ആത്മാക്കൾക്ക് ഒരു വർഷം എന്ന് പറയുന്നത്, നമുക്കൊരു വർഷം എന്ന് പറഞ്ഞാണ് ആത്മാക്കൾക്ക് ഒരു ദിവസം എന്ന്, ഇല്ലേ? അത് മാത്രം നമുക്ക് അത്യാവശ്യമുള്ളതുകൊണ്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ 14 ഡയമെൻഷൻസ് ഉണ്ട്. ഈ 14 ഡയമെൻഷൻസിൻ്റെ ടൈം ആൻഡ് സ്പേസും ഇതിൻ്റെ ആ ടൈമിങ്ങും ഇതിൻ്റെ സ്പേസും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഋഷീവരന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഋഷീവരന്മാർ തന്നാണ് എനിക്ക് മനസ്സിലാക്കിയേക്കണത്. ഞാൻ പുസ്തകത്തിൽ നിന്ന് എടുത്ത് വായിച്ചേക്കണതല്ല. അപ്പം നമ്മൾ ഈ ഡയമെൻഷനിൽ ഇരുന്നിട്ട് നമുക്ക് ഒരു ജന്മം നൽകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രിയത്തിൻ്റെ ഉപയോഗം വേണം. അതായത് ജനനേന്ദ്രിയം കൊണ്ട് മാത്രമേ നമുക്കിവിടെ ജന്മം നൽകാൻ പറ്റുള്ളൂ. എന്നാൽ ഇതേ ജന്മത്തിൽ തന്നെ പഴം കൊടുത്ത കുട്ടിക്ക് ജന്മം നൽകിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരു, ഇല്ലേ? പഴത്തിനകത്ത് ജനനേന്ദ്രിയം ഉണ്ടോ? അപ്പോൾ സൂക്ഷ്മത്തിൽ പഴത്തിനകത്ത് എന്ത് പ്രവർത്തിക്കാൻ പറ്റിക്കും എന്നുള്ളത് ഗുരുദേവൻ അറിയാമായിരുന്നു. അത് അനദർ ഡയമെൻഷനിലെ ഒരു വസ്തുവാണ് അതിൽ സൂക്ഷ്മത്തിൽ പ്രവർത്തിക്കുന്നത്. കൊടുക്കുന്നത് ഈ ഡയമെൻഷനിലെ സാധനം തന്നെയാണ്. സൂര്യനിൽ നിന്ന് പുത്രൻ ഉണ്ടാവും നമുക്കറിയാം. ഇവിടെ ഇരിക്കുന്ന എത്ര സ്ത്രീകൾ സൂര്യൻ്റെ പുത്രന് ജന്മം കൊടുത്തിട്ടുണ്ട്? ഇല്ല. കാരണം എന്താ? അതൊന്നും നമുക്ക് പോരാ. നമുക്ക് ഇന്ദ്രിയ സുഖത്തിലുള്ള കുട്ടികൾ തന്നെ വേണം. നമുക്കതേ പറ്റുള്ളൂ. നമ്മൾ ഇന്ദ്രിയത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്വാമി പറഞ്ഞു, ശിവഭഗവാൻ കൈലാസത്തിൻ്റെ താഴെ പോകും ഭിക്ഷ എടുക്കുന്നത്. മറ്റൊരു ദൈവമാണ് ഇന്ദ്ര ഭഗവാൻ, ഇല്ലേ? പുള്ളി എവിടെ ഭിക്ഷ എടുക്കാൻ പോണത്? പുള്ളിക്ക് പരശുരാമൻ്റെ പരശു കിട്ടിയപ്പോൾ മാങ്ങ എറിയാനാണ് പോയത്. ദേ കണ്ടോടി, ഉണ്ടോ മാങ്ങയാടി, ഇതാ പൂജ അടി എന്നും പറഞ്ഞ് കളിക്കുക ചെയ്ത്. പരശുരാമൻ്റെ കയ്യിൽ പരശു കിട്ടിയപ്പോഴോ ഭഗവാന്റെ പവിത്രമായ ആയുധമാണ്. അതിങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരനാവശ്യ കാര്യത്തിന് പോലും അത് എടുത്തില്ല. അറിവില്ലാത്തവൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ അത് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ അത് വെറുതെ മാങ്ങ എറിയാനും വാഴ വെട്ടാനും ഉപയോഗിക്കും. ഭഗവാൻ കൊടുത്ത പരശു കൊണ്ടുപോയിട്ട് വാഴ വെട്ടാനാണോ ഉപയോഗിക്കേണ്ടത്? പാറ തല്ലി പൊട്ടിക്കാനാണോ ഉപയോഗിക്കേണ്ടത്? അല്ല, അത് പവിത്രമായ ആയുധമാണ്. നമുക്ക് ഓരോ ജന്മവും നൽകണത് പവിത്ര ജന്മങ്ങളാണ്. ആ ജന്മത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റാതെ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി ജീവിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ടാണ് പോണേന്ന് പറയാൻ പറ്റില്ല. ഈ 3000 വർഷം പല ഡയമെൻഷനിൽ എവിടെയെങ്കിലുമൊക്കെ പോയി കിടപ്പുണ്ടാവും. ഇപ്പോൾ സ്വാമി ഇതിനകത്തൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 27 ഒരു നമ്പർ പറഞ്ഞ് ഓർമ്മയുണ്ടോ? ഇല്ലില്ലേ, 27 നാളല്ല, 27. എന്താ പറഞ്ഞേ? പറ. ഊണ് കഴിച്ചപ്പോൾ അത് ഇറങ്ങിപ്പോയി ഗുരുജി, മനസ്സിലായില്ല. പറ, ഒരു പ്രാവശ്യം പറഞ്ഞതാ. പറയല്ലേ സ്വാമി പറയല്ലേ, പറഞ്ഞോ. 24. ഒരു മരണശേഷം ഒരു ശരീരം എന്ന് പറഞ്ഞാൽ ഇല്ല, പിന്നെ സൂക്ഷ്മമാണ് പിന്നെ ഉള്ളത്, അല്ലേ? ഈ സൂക്ഷ്മ ശരീരത്തിന് നമുക്ക് രൂപം വപ്പിച്ചിട്ടാണ് ഇവിടുന്ന് മോക്ഷം നൽകണമെന്ന് പറഞ്ഞ സങ്കല്പമുള്ളത്. അത് ഓരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ആർക്കാ അറിയാവുന്നതെന്ന്? ഞാൻ എള്ളും പൂവും വാരിയിട്ട് കഴിഞ്ഞാൽ എൻ്റെ ശരീരം ഉണ്ടാവുമോ? സാധ്യമല്ല. ബ്രഹ്മജ്ഞാനികളായ ഋഷിമാരാണ് പണ്ട് ഈ ദൈവങ്ങളെ കണ്ടുപിടിച്ച് തന്നാരാ? ഋഷി പരമ്പരയാണ്, അല്ലേ? അപ്പോൾ സൃഷ്ടിക്ക് കഴിവുള്ളതാണ് ദൈവത്തിന് കഴിവുള്ളത്, സംശയമില്ലല്ലോ. അപ്പം നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ പറ്റി അറിയാവുന്ന ആർക്കാണ്? ഋഷി പരമ്പരയ്ക്കാണ്. ആ ഋഷി പരമ്പരയാണ് നമ്മളോട് പറഞ്ഞത്, ഇന്ന രീതിയിലുള്ള ഇന്ന ആചാര അനുഷ്ഠാനങ്ങളിലൂടെ പോയാൽ മരിച്ച ശരീരത്തിന് അതിന് വീണ്ടും സൂക്ഷ്മ ശരീരം കൊടുത്തിട്ടാണ് അതിനിവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. അതാണ് പോയി പിന്നെ കർമ്മഫലം അനുഭവിക്കേണ്ടത്. മനസ്സിലാവുണ്ടോ? ഇല്ല. ഞാൻ എൻ്റെ മൊബൈൽ ഇതിങ്ങനെ അഴിച്ച് പറിച്ചാൽ കിട്ടുക. ഇത് കൂട്ടി മുറക്കാണ്ട് മൊബൈലാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? സിം കാർഡ് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്, അത് കൂട്ടി മുറുക്കി അതിൻ്റെ ഉള്ളിൽ സിം കാർഡ് ഇട്ടാലേ അതിൻ്റെ ഉള്ളിലേക്ക് സിഗ്നൽ വരുള്ളൂ, അല്ലേ? അപ്പം മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് പഞ്ചഭൂതമായിട്ടാണ് മാറുന്നത്. ഈ പഞ്ചഭൂതം പിന്നെ ഒരുമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനുള്ള സൂത്രവിദ്യ അറിയാതിരിക്കണം. അത് പല എലമെൻ്റായിട്ട് പലതിലേക്ക് പോയി. ഇവിടെ പശുവിൽ പോകും, അവിടെ പട്ടിയിൽ പോകും, ഇവിടെ കോഴിയിൽ പോകും, ഇവിടെ ആടിൽ പോകും. ഞാൻ വെള്ളം കുടിച്ചു മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞ പോലെ ഞാൻ വെള്ളം കുടിച്ചു മൂത്രമൊഴിച്ചു, അത് ഇവിടെ ചാടി. അത് ഒഴുകി 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 എവിടെയാണോ വെള്ളം മുക്കാൻ കിണറുള്ളത് ആ കിണറ്റിൽ നിന്ന് അത് വെള്ളമായിട്ട് വരുന്നത് വരെ അതിൻ്റെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മനസ്സിലാവുണ്ടോ? ഞാൻ കുടിച്ച ജലം എൻ്റെ ശരീരത്തിൽ മജ്ജയും മാംസവും ബീജവും ഒക്കെ ആയിട്ട് മാറുക. ആ വെള്ളത്തിൻ്റെ അതേ ക്വാണ്ടിറ്റി വെള്ളമായിട്ട് പുറത്തേക്ക് വരില്ല. അത് എൻ്റെ കാതിൽ വരെ ഉണ്ടാവുന്ന വേർപ്പ് ഗ്രന്ഥികളിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ ഓരോ ഭാഗത്തെ കൂടെ ആയിട്ട് അത് കടന്നു വന്ന് വീണ്ടും അത് യോജിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപത്തുള്ളൂ. അപ്പോൾ ഈ 3000 വർഷം അതിനെടുത്ത് കാണും അടുത്ത ജന്മം എടുക്കാൻ. കണ്ടത് മനസ്സിലാക്കിയതാണ് പറയണത്. ഈ പറയണതൊന്നും അല്ല കണക്ക്.
അതിൻ്റെ ഇടയിൽ ഒരാൾക്ക് എന്ത് കാണാൻ പറ്റുമോ? ഇപ്പം ഞാൻ നമ്മുടെ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ആപ്പിളിൻ്റെ കഥ ഇല്ലേ? ആപ്പിൾ ആകാശത്ത് നിന്ന് താഴേക്ക് വന്നു, പുള്ളി കണ്ടുപിടിച്ചു, ഐസക് ന്യൂട്ടൻ ആപ്പിളിന് ഗുരുത്വാകർഷണം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അത് പൗലോസേട്ടനായിരുന്നെങ്കിലോ? പൗലോസേട്ടൻ കണ്ടുപിടിച്ചു. വേറെ വ്യത്യാസമൊന്നുമില്ല. അത് ആ പുള്ളി കണ്ടുപിടിച്ചുകൊണ്ട് പുള്ളിയുടെ പേരിട്ടു, പുള്ളി അങ്ങ് തീരുമാനിച്ചു. നമ്മുടെ ഋഷി പരമ്പര കണ്ടുപിടിച്ച് ഈ സിസ്റ്റത്തിന് എന്ത് പേരായിടണത്? ഏതെങ്കിലും ഒരു ഋഷിയുടെ പേര് കുത്തിയിട്ടാണോ ഇവിടുത്തെ മോക്ഷപ്രാപ്തിയുടെയോ അല്ലെങ്കിൽ ജന്മകർമ്മ ഇതിൻ്റെയോ ഏതെങ്കിലും സാധനത്തിന് പേരിട്ടേക്കണത്? ഒരു പേറ്റൻസിയില്ല, ഒരു സിസ്റ്റമില്ല, യാതൊന്നുമില്ല. ഇതേപോലെ ഒരാൾ കഞ്ചാവ് അടിച്ചിട്ടാണോ ഒരു 10 ദിവസം നിങ്ങളൊന്ന് ഭക്ഷണം കഴിക്കേണ്ടിരുന്ന് ഇരുന്ന് നോക്ക്. നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ സൂക്ഷ്മ ശരീരം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആർക്കും പറ്റില്ല, അതാണ് വേറൊരു കാര്യം. 10 ദിവസം പട്ടിണി ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സൂക്ഷ്മ ശരീരം കാണുമ്പോൾ അതിന് വാലുണ്ടാവും. ആ വാലുള്ളത് അപ്പോൾ കുരങ്ങിൽ നിന്ന് പരിണാമിച്ചു. ബാക്കിയൊക്കെ ഞാനങ്ങ് ഫില്ല് ചെയ്തു. നമുക്ക് ഒരു പ്രാവശ്യം ഒരു സാധനത്തെ പറ്റി നന്നായിട്ട് അറിയാമെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ഈ വസ്തു മൊബൈലാണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളത് അഴിച്ച് നന്നാക്കുന്ന ആളാണ്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കംപ്ലീറ്റ് അറിയാവുന്ന ആളാണ്. എനിക്കറിയില്ല നിങ്ങൾ ആരാന്നുള്ളത്. ഇവിടെ നിന്നൊരു കഷ്ണം സാധനം ഇങ്ങനെ എടുത്തിട്ട് എന്താണെന്ന് ഇങ്ങനെ നോക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഐഫോണിൻ്റെ മറ്റേ ഈ പിന്നാണല്ലോ എന്ന് ഇല്ലേ? അത് നിങ്ങൾക്ക് സൂക്ഷ്മത്തിൽ അറിയാവുന്നതുകൊണ്ടാണ്. സൂക്ഷ്മം അറിയാവുന്നതിന് ഇതൊന്നും പ്രമാണമല്ല. ഇതൊക്കെ വെറുതെ പറയാനും ചൊല്ലാനും വേണ്ടിയിട്ടുള്ളതാണ്. അത് സൂക്ഷ്മം അറിയാതിരിക്കണം. അറിയില്ലാത്തവൻ എന്ത് ആലോചിക്കും? നമ്മളിങ്ങനെ ആലോചിച്ചു ഇത് എവിടെയാണ് പറഞ്ഞേക്കണേ, എന്താ പറഞ്ഞേക്കണേന്ന്. ഇതുപോലെയാണ് ഈ 3000 വർഷം എവിടെയായിരുന്നു എന്നുള്ളത്. നമുക്ക് ഇന്ന സ്ഥലത്തുനിന്ന് പറഞ്ഞിങ്ങനെ എടുത്തു തരാനൊന്നും പറ്റൊന്നുമില്ല. ഒരു ബ്രഹ്മജ്ഞാനിക്ക് അത് പറയാനോട്ട് ഇഷ്ടമില്ല. കാരണം ഇത് പറഞ്ഞിട്ട് എന്ത് ഗുണമാണ് കിട്ടണത്? നിങ്ങളത് അന്വേഷിച്ച് പോയിട്ട് എന്ത് കിട്ടാൻ? എൻ്റെ പൂർവ്വകാലം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഇതുവരെ പറഞ്ഞോ നിങ്ങളുടെ അടുത്ത്? പറഞ്ഞോ? നിങ്ങളും ഈ ഇരിക്കുന്ന ഞാനുമായിട്ട് പൂർവ്വകാലത്തിലുള്ള ബന്ധം കൊണ്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സ്വാമി ഞാനും തമ്മിൽ ബന്ധമില്ലായിട്ടൊന്നും വന്നേക്കണമല്ലേ, എന്തോ ഒരു ബന്ധമുണ്ട്. ഇപ്പം ഞാനത് അന്വേഷിക്കാൻ പോണെന്തിനാ? ഈ ജന്മത്തിൽ എന്താണോ ഉള്ളത് ഈ ജന്മത്തിൽ അങ്ങ് തീർത്തേച്ച് പോവുക. ഞാൻ ഇതുവരെ അന്വേഷിക്കാൻ പോയിട്ടില്ല ശ്രീനാരായണ ഗുരു ഞാനും തമ്മിൽ പൂർവ്വജന്മത്തിൽ എന്താ ബന്ധം എന്നുള്ളത്. എനിക്കതിൻ്റെ ആവശ്യമില്ല. എനിക്ക് എൻ്റെ ഗുരു തരാനുള്ള അനുഗ്രഹം തന്നിട്ടുണ്ട്. സൂക്ഷ്മത്തിൽ എല്ലാം അറിയാനുള്ള ഭാഗ്യവും കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾ ആരാണെന്ന് അറിയാൻ ശ്രമിച്ചാൽ ഞാൻ എൻ്റെ ധർമ്മത്തിനെതിരായി. എങ്ങനെയാണെന്നറിയോ? എനിക്ക് സ്വാർത്ഥത പാടില്ല. ഇപ്പം നിങ്ങളുടെ പേഴ്സ്, നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന പേഴ്സ് എൻ്റെ കൈ തന്നു, ഗുരുജി ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനത് ഒന്ന് തുറന്നു നോക്കി, അതിനകത്തൊരു പെണ്ണിൻ്റെ പടം കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണാന്നിരിക്കട്ടെ, കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള പെണ്ണാണ്. ഇതാരാന്ന് അറിയാനൊരു മോഹം കാണും. നിങ്ങളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഞാൻ സ്വന്തമാക്കുന്ന ആലോചിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഭാഗ്യവാനാണെന്ന് ആലോചിച്ച് ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കും. ഇനി നിങ്ങളുടെ പെങ്ങളാണെന്ന് അറിഞ്ഞാലോ റെഡി, ഇനി എനിക്ക് സ്വന്തമാക്കാം. അതിനുള്ള അടുത്ത ചാലാക്ക് കൊടുക്കും ഇല്ലേ? അപ്പം നിങ്ങളുടെ അറിയണമാണോ എന്നല്ല അറിയാണ്ടിരിക്കണമാണോ നല്ലത്? വേണ്ട. അപ്പോൾ ഒരാളുടെയും പൂർവ്വകാലമോ ഒരാളുടെയും ഫ്യൂച്ചറോ ഒന്നും അറിയാൻ നമ്മൾ ശ്രമിക്കാൻ പാടില്ല. നമ്മളത് അറിയേണ്ട കാര്യമില്ല. ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കുന്നു കേട്ടിട്ടില്ലേ? അത് തന്നെയാണ്. ഒരു ചക്കരക്കുടത്തിലും കൈയിടാൻ പോകരുത്. നമ്മുടെ കൈ ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. ഒരു മോഹങ്ങളും വേണ്ട, ഒരു ആഗ്രഹങ്ങളും വേണ്ട. ഈ ജന്മം എനിക്ക് നൽകിയിരിക്കുന്നത് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ കാര്യം നടന്നില്ലേ, നിങ്ങൾക്കൊക്കെ ഞാൻ വിളമ്പിത്തരണ്ട്. നിങ്ങളുടെ ഒരാളുടെയും വ്യക്തിപരമായ ജീവിതം എനിക്കറിയണ്ട. അത് ഞാൻ അന്വേഷിക്കില്ല, അതെനിക്ക് അറിയേണ്ടയും കാര്യമില്ല. 3000 വർഷം എവിടെയായിരുന്നു ഉള്ളത് അത് അവൻ്റെ കർമ്മഫലം. അവനിങ്ങനെ വഴിനീളെ ഈ 14 ഡയമെൻഷനിലും അവിടെ ഇവിടെയും കുറ്റിക്കാടിലും ഭ്രാന്തനായിട്ടും പട്ടിയായിട്ടും പൂച്ചയായിട്ടും പല രൂപത്തിൽ കറങ്ങി നടന്നിട്ടുണ്ട്. അറിയില്ലാഞ്ഞിട്ടല്ല, വ്യക്തമായിട്ട് പറയാൻ പറ്റും ഒരാളുടെ എത്ര കാലം എത്ര ജീവിതം എങ്ങനെയൊക്കെ പോയി എന്നുള്ളത്. ഇതറിയുന്നതുകൊണ്ട് എനിക്ക് എന്താണ് ഗുണമുള്ളത്? ഒരു ഗുണമില്ലാത്ത കാര്യമാണ്. അവനും ഗുണമില്ല, എനിക്കും ഗുണമില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ പൂർവ്വകാലത്തിലിരിക്കണ ഒരു ഭാര്യയെ കണ്ടുപിടിച്ചു, അവൾ അതീവ സുന്ദരിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ജന്മത്തിലും പിന്നെ അതിനോട് മോഹമായി ഇല്ലേ? നേരെ മറിച്ച് ഇത്തിരി കാണാൻ കൊള്ളില്ലാത്ത വിരൂപിയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, ഞാൻ അത് വേണ്ട. ഇതിങ്ങനെയാണ് നമ്മുടെ മോഹങ്ങൾ പോണത്. നമ്മുടെ ഏതോ ഒരു മുനി മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു മാനിനെ കണ്ടു, അതിന് മോഹം തോന്നിപ്പോയി, അടുത്ത ജന്മം പിന്നെയും വരേണ്ടി വന്നു. സമാധിയാവാൻ പോയിരിക്കണ സമയത്ത് ഒരു മാൻപേടയെ കണ്ടപ്പോൾ എന്ത് മനോഹരം തോന്നി, പരിപാടി തീർന്നു. ഈ സമാധിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ മോഹങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് സ്വയം തീരുമാനിക്കുക. എങ്ങനെ? ശരീരത്തിലെ ജലാംശം പറ്റിക്കാൻ വേണ്ടി പട്ടിണിയിരിക്കും.
പട്ടിണി ഇരിക്കണവന് എന്തെങ്കിലും മോഹം തോന്നുമോ? പറ. അത് തന്നെ. അങ്ങനെ ജലാംശം പറ്റിച്ച് 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 സമാധിക്ക് വേണ്ടി തയ്യാറെടുക്കുക. അപ്പോൾ എല്ലാ മോഹവും തീരും. കഴിക്കാൻ ഭക്ഷണം പോലും വേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും. എന്നിട്ട് അങ്ങോട്ട് പോകും. ബോധവും സാക്ഷിയും ജീവനും ഒരു പ്രത്യേക രീതിയിൽ കൂട്ടിപ്പിടിച്ച് ഉള്ളിലിരുത്തി അതിനെ വജ്രതുല്യമാക്കിയിട്ട് അങ്ങോട്ട് പൊക്കോളും. ആ ശരീരം പിന്നെ കുഴിച്ചിടുവോ, ചവച്ചരച്ച് തുപ്പുവോ, ചക്കിലിട്ടാട്ടോ, എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. കർമ്മഫലമില്ല. ഇപ്പം നമ്മൾ പൂർവ്വകാലം 3000 വർഷം എവിടെയാണെന്ന് അന്വേഷിക്കാൻ പോകണ്ട. ഉത്തരം അറിയില്ലാഞ്ഞിട്ടല്ല, അത് അന്വേഷിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ തന്നെ കർമ്മഫലം ഏറ്റെടുക്കുന്ന പരിപാടിയാണ്. ആവശ്യമില്ലാണ്ട് ഒരുത്തൻ്റെ പോക്കറ്റിൽ കൈയിട്ടു, ആവശ്യമില്ലാത്ത സാധനം കിട്ടി, ഞാൻ എന്തിനാ പണിക്ക് പോണത്? ശരിയല്ലേ? ഇനി അടുത്ത ഒരു ചോദ്യം കൂടി ഉണ്ട്, അതോടെയും പറഞ്ഞു. തീർന്നോ? ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ. ഞാൻ ചോദിച്ചതിന് ഗുരുജി ഒരു വ്യക്തമായിട്ട് ആൻസറോടെ തന്നു. പക്ഷേ ഇപ്പോൾ ഈ പൂർവ്വജന്മം അറിയില്ലെന്ന് പറഞ്ഞല്ലോ. ഇപ്പം അലക്സാണ്ടർ ജേക്കബുമായിട്ട് നമ്മുടെ രോഹിത് ജി എടുത്ത ഇന്റർവ്യൂ ആണ് ഇവിടെ ഈ സംസാരമായിട്ട് വന്നത്. 3000 വർഷം മുൻപ് ആ ഒരു ആത്മാവിനെ കണ്ടു എന്ന് പറഞ്ഞത്. പല ഡയമെൻഷൻസിനകത്തും ഗുരുജി പറഞ്ഞു. പക്ഷേ ഇവിടെ PLR സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, PLR പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ പ്രോഗ്രാം. അപ്പം ഇങ്ങനെ PLR എടുത്ത് പലരും എന്താ പറയുക, അവരുടെ പാസ്റ്റ് ലൈഫ് അറിയാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഓതന്റിസിറ്റി എന്താണ്? ഒരാൾ പറയുന്നതല്ലേ അറിയാവൂ. ഇപ്പോൾ ഗുരുജി പറഞ്ഞു നമ്മൾ പാസ്റ്റ് ലൈഫിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു, അതോടെ നിൽക്കട്ടെ. ഇപ്പം ഇദ്ദേഹം ചോദിച്ച ക്വസ്റ്റ്യൻ തികച്ചും ഡിഫറെൻ്റ് ആണ്. നമ്മുടെ തലങ്ങളിലേക്ക്, അടുത്ത തലങ്ങളിലേക്ക് ഞാൻ അത് സ്വാഭാവികമായിട്ടും ഒരു ആത്മാവിന് അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. ഞാനിപ്പോൾ ധർമ്മത്തിൽ കൂടെ പോകുന്ന ഒരാളാണെങ്കിൽ എൻ്റെ അടുത്ത ജന്മം എന്താകണം, അല്ലെങ്കിൽ ഞാൻ ഏത് തലത്തിലേക്ക് പോകും എന്നറിയാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടാവും. അത് ക്യൂരിയോസിറ്റിക്ക് പോകാം. പക്ഷേ PLR എന്ന് പറയുന്നത് ഗുരുജി പറഞ്ഞ പോലെ ചക്കരക്കുളത്ത് കയറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മെജോറിറ്റി ആൾക്കാരും PLRലേക്ക് പോകുന്നില്ലേ? അപ്പോൾ ഇതിൻ്റെ ഓതന്റിസിറ്റി എന്താണ്? ഓതന്റിസിറ്റി ഇതിൽ ഒരനുഭവം പറയാം. ഇപ്പോൾ ഞാൻ ഹിപ്നോട്ടിസം പഠിച്ച സാറ്, അദ്ദേഹം ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. ഒരു അഡ്വക്കേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ, കുറച്ച് വർഷങ്ങളായി ഇദ്ദേഹത്തിന് റോഡ് ക്രോസ് ചെയ്യാൻ പേടിയാണ്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കംപ്ലീറ്റ് ചക്രങ്ങളാണ്, കറങ്ങുന്ന ചക്രങ്ങളാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ, അപ്പോൾ ഈ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ ആൾക്ക് പ്രായം കുറവാണ്, 30 വയസ്സോ മറ്റേ ഉള്ളൂ. ഇദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൻ്റെ ടയർ തെറിച്ച് വീണിച്ചിട്ട് മരിക്കുകയാണ്. ഇദ്ദേഹത്തിൽ അത് ട്രോമയായിട്ട് ഇദ്ദേഹത്തിൻ്റെ മെമ്മറിയിലുണ്ട്. അദ്ദേഹത്തെ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ കൊണ്ടുപോയി, കൗൺസിലിംഗ് ചെയ്തിട്ടൊന്നും ഇല്ലാണ്ട് പാസ്റ്റ് ലൈഫ് റിഗ്രഷനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഓർമ്മ അദ്ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റി. അതെന്തോ അവർ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഫ്രീ ആയിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഉദാഹരണം, റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. ചിലർ കഴിഞ്ഞ ജന്മത്തിൽ വെടിയേറ്റ് മരിച്ചവരാണെങ്കിൽ അവരുടെ ഹൃദയത്തിൽ വേദന കാണും, ചിലർക്ക് പാട് കാണും. ഇതൊക്കെ ഞാൻ സാറിനോട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വീഡിയോ സഹിതം തെളിവുണ്ട്, ഇത് മനസ്സിലായി. അപ്പോൾ അത് പാസ്റ്റ് ലൈഫ്, ഇപ്പോൾ പാസ്റ്റ് ലൈഫ് അവർ പറയുന്നുണ്ട്, ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. വേറെ ഇതുപോലെയാണ് നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയിൽ, ഒരു ജില്ലാ കോടതിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ മരണപ്പെട്ടു 70കളിൽ. ഇവർ റീബർത്ത് എടുത്തിട്ട് വേറൊരു മതവിഭാഗത്തിലാണ് റീബർത്ത് എടുത്തത്. പക്ഷേ ആ റീബർത്ത് എടുത്തപ്പോൾ ഇവർ മുജ്ജന്മ ഏതായിരുന്നോ ആ മതവിഭാഗവുമായിട്ട് ഇവർക്ക് കണക്ഷൻസ്, ഇവർ ആ മന്ത്രമോ അതുമായിട്ട് കണക്ഷൻസ്. അപ്പോൾ ഇവരെ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ കൊണ്ടുപോയപ്പോൾ പറയണത്, ഞാൻ ഇന്ന സമയത്ത് ഇന്ന കോടതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ വെച്ച് ഗർഭാവസ്ഥയിൽ മരണപ്പെടുകയായിരുന്നു, മനസ്സിലായേ? എന്നിട്ട് അന്ന് പറഞ്ഞു, അന്ന് അവിടെ ജില്ലാ കോടതിയിൽ ജഡ്ജി ആയിരുന്ന ആളുടെ പേര് പറഞ്ഞു. ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ശരിയാണ്, അവിടെ ഇരുന്ന സ്ത്രീ ഇതിലും മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ട്രോമ ഉണ്ടെങ്കിൽ ആ ട്രോമയിൽ, ആ ഓർമ്മയിൽ നിന്ന് മാറ്റുകയാണ്, ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അത് മാറ്റുകയാണ്. ഇതെല്ലാം ഒരു ഇല്യൂഷന്റെ ഭാഗമല്ലേ പൈജി? അതായത് സാർ, ഇപ്പൊ നമ്മളിപ്പോ ഈ ഹിപ്നോട്ടിസം അല്ലെങ്കിൽ ഈ മെസ്മറിസം, ഇതൊക്കെ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കൂടെ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ്. ഇപ്പോൾ സാറ് എൻ്റെ പേടി ഇല്ലാതാക്കുന്നു. അപ്പോൾ എനിക്ക് ഫോർ എക്സാമ്പിൾ ഇതുവഴി നടന്നു പോകാൻ പ്രാക്ടിക്കലി ഞാനൊരു പേടിയുള്ള ഒരാളാണെങ്കിൽ എന്നെ എത്രത്തോളം കോൺഫിഡൻസ് എന്ന് എൻ്റെ നേരത്തെ ഗുരുജി പറഞ്ഞ പോലെ പല മനസ്സിൻ്റെ സ്റ്റേജസിനെ, ഇപ്പോൾ കോൺഷ്യസ് ലെവലും സബ് കോൺഷ്യസ് ലെവലും ഏത് ലെവലിൽ കൂടെ ആണെങ്കിലും എൻ്റെ പേടിയെ മാറ്റി എന്നെ താങ്കൾ ഇതുവഴി നടത്താൻ ശ്രമിക്കുന്നു. ഞാൻ അത് കടന്നു പോകുന്ന സമയത്ത് അവിടെ ഹിപ്നോട്ടിക്കലി പറയാം, മെസ്മറിസം ആണെന്ന് പറയാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഓതന്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് PLRോട് കണക്ട് ചെയ്യുന്നത്? അല്ല, അതിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ പറഞ്ഞ സ്ത്രീ വടക്കൻ ജില്ലകളിലാണ്, കാസർഗോഡോ കണ്ണൂരാണ് റീബർത്ത് എടുത്തത്. ഇവർ വർക്ക് ചെയ്തിരുന്നത് തെക്കൻ ജില്ലകളിലാണ്, എറണാകുളം തൊട്ട് തെക്കോട്ടുള്ള ജില്ലയിലാണ്.
ഇത് 2010 10 ശേഷമാണ് ഇവനെ ഹിപ്നോതെറാപ്പിക്ക് ഇവർ വിധേയമാക്കിയത്. ഞാൻ സമ്മതിച്ചു ഇത് ഇവരുടെ ഇല്യൂഷനാണെന്ന് സമ്മതിച്ചു. പക്ഷേ 70കളിൽ പേപ്പറുകൾ ഇത്രയും ഇല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാം ഇതും പേപ്പറിൽ വരുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അന്ന് ഇങ്ങനെ ഒരു കോടതിയിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രസവ സമയത്ത് ആ സ്ത്രീ മരിച്ചു എന്ന് ഈ ഹിപ്നോട്ടിസം ചെയ്യപ്പെട്ട വ്യക്തി എങ്ങനെ അറിഞ്ഞു? ശരി, ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഞാൻ ആർഗ്യൂ ചെയ്യുന്നതല്ല, അല്ല, ക്രോസ് ചെക്ക് ചെയ്തു. അപ്പൊ ശരിയാണ്, അവര് ഈ പേര് പറയുന്നുണ്ട്, അവിടത്തെ ഇത് നോക്കപ്പെടുത്ത ഇങ്ങനത്തെ പേരിലെ വ്യക്തി അവിടെ ഉണ്ട്. ഇത് ശരിക്കും പരലോക നിയമങ്ങളല്ലേ? പരലോക ഇത് യാഥാർത്ഥ്യം. ഈ പറഞ്ഞാണ് കറക്റ്റ്. ഇതൊന്നും നമ്മുടെ നിയമത്തിൽ പെട്ടതല്ല. നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം സാറ് പറഞ്ഞ 100% സത്യ. നമ്മൾ എന്തിനോട് താല്പര്യമുണ്ടോ അന്വേഷിച്ചു പോകുന്നത് കണ്ടെത്തും. കിട്ടാണ്ടിരിക്കില്ല. നമുക്ക് പൂർവ്വജന്മം അറിയാൻ പറ്റും. എന്തിനറിഞ്ഞിട്ട് എന്താണ് കാര്യം? നമ്മൾ അന്വേഷിച്ച് പോകുന്തോറും നമുക്ക് മനസ്സിലാവും. ഒരാൾ അതിനു വേണ്ടി തന്നെ തുനിഞ്ഞിറങ്ങിയാൽ അയാൾക്ക് അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത്? നമ്മുടെ കാർമിക് അക്കൗണ്ടിലേക്ക് മറ്റുള്ളവൻ്റെ ശകലങ്ങൾ വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മറ്റേ ഒരു IAS കാര്യം പറഞ്ഞില്ലേ, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മഫലത്തെ വലിച്ചു കയറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാവുന്നുള്ളൂ. എന്നാൽ പിന്നെ ശ്രീനാരായണ ഗുരു ഈ പണി ഇരുന്ന് ചെയ്യില്ലേ? ശങ്കരാചാര്യർ ഈ പണി ചെയ്യിലിരുന്നു. എന്തുകൊണ്ടായി ഗുരുക്കന്മാർ ചെയ്യാണ്ട് ഇത് നോക്ക്? ഒരാൾക്ക് ഇതിനോടൊരു താല്പര്യം എന്താണ്? പ്രേതാത്മാക്കളെ കാണണം, ഇതറിയണം, ഇതെന്താണെന്ന് നോക്കണം. എന്തിനാണ് നല്ല ആത്മാക്കളുള്ളൂ? ഇപ്പം ചില ആൾക്കാരുണ്ട് ഇവിടുന്ന് ബോംബെ പോയ ആദ്യം വേശ്യാലയത്തിലേക്കേ പോവുള്ളൂ, ഏത് കമാട്ടിപ്പുരയിലേക്കേ പോവുള്ളൂ. കാരണം എന്താ? അവന് സ്വന്തം ഭാര്യ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവന് കാമാട്ടിപ്പുറയിൽ പോകണം, അല്ലെങ്കിൽ ബാറിൽ പോകണം. ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ പബ്ബിൽ പോവും. അത് അവൻ്റെ വാസനയാണ്. അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ, അത് ഹാലൂസിനേഷൻ ആണോ എന്ന് അന്വേഷിക്കില്ല. അവൻ്റെ വാസന അതാണ്, അവനത് അന്വേഷിച്ചു പോകും. ഈ പറയുന്ന പ്രേതാത്മാക്കളെ അന്വേഷിച്ചു പോവുക, പൂർവ്വകാലം അന്വേഷിക്കുക, അവൻ്റെ വാസന അതാണ്, അവനത് അന്വേഷിച്ചു പോകും. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാം മനുഷ്യൻ്റെ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പൂർവ്വകാലം നിങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് കറങ്ങി വരുമ്പോൾ ഇടത്തെ സൈഡിൽ ഒരു ആലില്ലേ? അയ്യോ ഉണ്ട്. അവിടെ നിന്ന് അല്പം വരുമ്പോൾ ഒരു പൊട്ടക്കിണറല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. നിങ്ങളുടെ പൂർവ്വകാലം പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ നല്ലതാണ് ഞാൻ പറഞ്ഞു തന്നെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പോയിക്കൂടെ? ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കർമ്മഫലം ഈ പറയുന്ന ഞാൻ അനുഭവിക്കണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന വ്യക്തി അറിഞ്ഞിട്ടില്ല. കാരണം അവന് സൂക്ഷ്മം അറിയില്ല, അവനൊരു വിദ്യ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ കുറച്ചു മുമ്പ് ജാതകത്തിൻ്റെ കാര്യം ചോദിച്ചു. ജാതകം നോക്കുന്ന ഏത് രീതിയിലാണ്? ഇന്ന് നിങ്ങൾ എൻ്റെ മുന്നിൽ വന്നു നിങ്ങളുടെ ജാതകം വച്ചിട്ട് കാര്യം പറയും, തെറ്റ്. അതെ, നിങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർബിറ്റിലേക്ക് നിങ്ങളുടെ ഭാര്യ കയറി വന്നു. നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ ഭാര്യയുടെ അനുസരിച്ച് നിങ്ങളുടെ ജാതകം മാറും. കാരണം നിങ്ങളുടെ ഭാര്യയുടെ സ്ഥാനത്ത് നിങ്ങൾ ഭർത്താവ് ഗുരു ആവാനാ യോഗം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഗുരുമാതാവായില്ലേ? അപ്പോൾ നിങ്ങൾ ബ്രഹ്മജ്ഞാനി ആയില്ലേ? ഇത് എൻ്റെ ഭാര്യയുടെ ജാതകത്തിൽ എഴുതി വെച്ചേക്കണ കാര്യമായി പറഞ്ഞത്. അവരുടെ ഭർത്താവിൻ്റെ സ്ഥാനം ഗുരുസ്ഥാനത്താണ്. അപ്പം ഞാൻ വിചാരിച്ചത് എന്തായിരിക്കും ഗുരുസ്ഥാനം? എന്തെങ്കിലും ആവട്ടെ. ഇത് ലക്ഷോപലക്ഷം അല്ലെങ്കിൽ കോടാനുകോടി ജാതകങ്ങളിൽ വ്യത്യസ്തമായ ഒന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച അംബാനിയാവുന്നു. അല്ലാണ്ട് പിന്നെന്താ? ധർമ്മപത്നിയുടെ എന്ന് ചോദിച്ചാൽ അതിനേക്കാൾ വലുതാണ്. കാരണം എന്താ? അവൾക്ക് സ്വന്തമായിട്ട് അവർക്ക് ജ്ഞാനം, ബ്രഹ്മജ്ഞാനിയായിട്ട് 2 മക്കളുണ്ടാവുന്നു, അവർക്ക് സ്വന്തമായിട്ടും ജ്ഞാനത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നു, ഭർത്താവ് ബ്രഹ്മജ്ഞാനിയാവുന്നുണ്ട്. അപ്പോൾ പിന്നെ അതെന്താ? അത് അസുലഭമായിട്ടുള്ള ഒന്നല്ലേ? എന്നാൽ പണ്ടത്തെ ഋഷി പരമ്പര മുഴുവൻ ജീവിച്ചേർന്ന് ഇങ്ങനെയല്ലേ? യാജ്ഞവൽക്കനോ അല്ലെങ്കിൽ പറയുന്ന ഗുരു പരമ്പരയോ എല്ലാവരും നോക്ക്, ഭാര്യ, ഭർത്താക്കന്മാർ, മക്കള്. പരശുരാമൻ്റെ അച്ഛനും അമ്മ ആരാ? ബ്രഹ്മജ്ഞാനികളായിരുന്നു അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ പാരമ്പര്യത്തിലുള്ളതാ. ഒരു വീട്ടിൽ, ഒരു നാട്ടിൽ, ഒരു രാജ്യത്ത്, ഒരു ലോകത്ത് എവിടെയെങ്കിലും ഒരു പൊട്ടനുണ്ടാവും എന്നല്ല പറഞ്ഞേക്കണേ, സകല വീട്ടിലും പൊട്ടന്മാരുണ്ടാവും. നമ്മളൊക്കെ ബ്രഹ്മജ്ഞാനിയാവാൻ വേണ്ടി തന്നെ ജനിച്ചതാ. അച്ഛനും അമ്മയും ഒരേപോലെ തന്നെയല്ലേ ജനിച്ചത്. ഇനി ബ്രഹ്മജ്ഞാനി ഉണ്ടാവണം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എല്ലാ മാസത്തിലും കർത്തവാവ്, ചതുർത്ഥി, തൃതീയ, ഗ്രഹണം, അസ്തമനം, ചില അഷ്ടപർവ്വകാലങ്ങളുണ്ട്. ഇതൊക്കെ അങ്ങ് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇന്ദ്രിയ സുഖത്തെ മാറ്റി വയ്ക്കേണ്ടി വരും. എല്ലാ ദിവസവും സ്ലീപ്പിംഗ് പിൽസ് പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുട്ടി ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ മാസത്തിലും വെറും 2 ദിവസമേ നല്ല കുട്ടി ഉണ്ടാവാനുള്ള ദിവസമുള്ളൂ. ആ ദിവസത്തിന് ചിലപ്പോൾ വർഷങ്ങൾ നോക്കിയിരിക്കേണ്ടി വരും. ഞങ്ങൾക്ക് 7 വർഷം കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കാലങ്ങളോളം കാത്തിരിക്കുമ്പോൾ അതിനുള്ള സൗഭാഗ്യം വരും. പിന്നെ വിത്തിട്ട ശേഷം ഗൃഹസ്ഥത്തിൽ സന്യാസിയെ പോലെ ജീവിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ വിനോദത്തിന് വേണ്ടി ജീവിക്കുകയല്ല. അങ്ങനെ ഒരു ത്യാഗം ചെയ്ത് ഒരു കുട്ടിക്ക് ജന്മം നൽകിയ ആ കുട്ടി പൊട്ടനാവില്ല, അത് ബ്രഹ്മജ്ഞാനി തന്നെയാവും. ഇതാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. സന്തോഷം. അതെ അതെ. അല്ലാതെ വയസ്സാവുമ്പോൾ കാരണന്മാരെ നോക്കണം എന്ന് പറഞ്ഞിട്ട് സ്വാമിയെ തോന്നുന്നുണ്ടോ? ഒരു കാര്യമില്ല. ഇല്ലില്ല, ഞാൻ ഇവിടെ പറഞ്ഞു. നമ്മൾ ധർമ്മം പറയുമ്പോൾ യഥാർത്ഥ ധർമ്മം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇതാണ് സനാതന ധർമ്മത്തിൻ്റെ പ്രത്യേകത. ധർമ്മത്തിൻ്റെ
അതിമൂർധന്യാവസ്ഥയിലാണ് സനാതനധർമ്മം നടക്കുന്നത്. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമെന്നുള്ളതിന് ജീവിച്ചിരിക്കുന്ന ഉദാഹരണം അവിടെ. അങ്ങെന്ന് പറയുന്നത് ഗുരുജി എൻ്റെ ഡിഫറെൻ്റ് ആണ്. അതായത് എല്ലാവരും അതുപോലെ ആവണമെന്നില്ലല്ലോ. ആദ്യം ഇത്തിരി മുമ്പ് ഞാൻ വിസിലടിച്ച് നിങ്ങൾ കണ്ടില്ലേ? അത് ഞാനെന്താ ആനന്ദിക്കണില്ലേ? ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുകയല്ലേ? സാധാരണ മനുഷ്യനല്ലേ? കൈ കൊട്ടൂലേ? പക്ഷേ നാളെ രാവിലെ 5 മണിക്ക് ഈ പറയുന്ന SMS മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ദേവലോകത്ത് വരാന്ന് പറഞ്ഞാൽ എൻ്റെ അതിയായ ആഗ്രഹങ്ങൾ ഒന്ന് മാത്രമായിരിക്കില്ലേ? താങ്കൾക്ക് ഈസിയായിട്ട് പോകാൻ പറ്റും. മനസ്സിലായില്ല? അപ്പോൾ നാളെ രാവിലെ 4 മണിക്കോ 5 മണിക്കോ നമ്മൾ ഒന്നിച്ച് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ദേവലോകത്ത് വെച്ച് കാണാമെന്ന് ഞാൻ ഗുരുജിയോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം മാത്രമായിരിക്കും. അല്ലില്ല, ഉറപ്പായിട്ട് നിങ്ങൾ ആഗ്രഹം ഉണ്ടോ നിങ്ങൾ ഇരുന്നു, ഞാൻ ദേവലോകത്ത് വെച്ച് കാണാം. ഉറപ്പായിട്ട് എത്തും. ഗുരുജി ചിലപ്പോൾ അവിടെ എത്തിക്കാം, അല്ലെങ്കിൽ വേറെ ഗുരുക്കന്മാർ വഴി ഞാൻ അവിടെ എത്താം. അതൊക്കെ എൻ്റെ യോഗം. പക്ഷേ ഞാനിപ്പം ഗുരുജിയോട് പറയുകയാണ്, ഗുരുജി നമുക്ക് നാളെ രാവിലെ ദേവലോകത്ത് വെച്ച് കാണാം 4 മണിക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഞാനും ഗുരുജി തമ്മിൽ എന്താ വ്യത്യാസം? ഗുരുജിക്ക് ഈസിയായിട്ട് വരാൻ പറ്റും, എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ നിങ്ങളെ പോലെ പിസിലടിച്ചത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാ, ഗുരുജിക്ക് സ്വാഭാവികമായിട്ടും അടിക്കാം, പക്ഷെ നമുക്ക് അടിക്കാൻ പറ്റില്ലല്ലോ. ഇവരോട് ചോദിച്ചു നോക്ക്, ഇവരെന്നെ ദേവലോകത്ത് വെച്ച് കാണാറില്ലേ? സൂര്യലോകത്ത് വെച്ച് കാണാറില്ല? ചന്ദ്രലോകത്ത് വെച്ച് ഇവിടെ ഉണ്ടാവും. ഗുരുജിയുടെ ഫോളോവേഴ്സ് ഡെഫിനറ്റ്ലി പോയിട്ടുണ്ടാകാം. അല്ലാത്തവർക്ക് 100% പോകാനുള്ളൊരു ഭാഗ്യമുണ്ട്. പക്ഷെ ഇതിപ്പോ ഈ പറയുന്ന സംഭവങ്ങൾ സംസാരിച്ചപ്പോൾ അതിലേക്ക് വന്നതാണ്. ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ മാമൻ മാപ്പിളയ്ക്ക് ഗുരുദേവന്റെ വണ്ടിയിൽ കണ്ടപ്പോൾ ഒന്ന് കയറണം എന്ന് ആഗ്രഹം. ഗുരുദേവൻ ബെൻസ് കാറി പോവാ, മാമൻ മാപ്പിള റോട്ടിൽ നിൽക്കുക. അന്ന് മാമൻ മാപ്പിള മാത്രമാ. ഈ പഠന പൈസ ധനികനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഗുരുദേവൻ ബെൻസ് കാറി പോയപ്പോൾ പുള്ളിയുടെ ഒരു ആഗ്രഹം വന്ന് കയറാൻ വേണ്ടി ഗുരുദേവൻ മുമ്പിൽ വണ്ടി നിർത്തി കൊടുത്തു, വാ കയറുമെന്ന് പറഞ്ഞു. കയറ്റി ഇരുത്തിയപ്പോൾ ഗുരുദേവൻ്റെ ഒപ്പം ഇരിക്കാൻ പുള്ളിക്ക് പറ്റിയില്ല. പുള്ളി താഴെ ഇരുന്നു. പോകുന്ന വഴിക്ക് കുശലം ചോദിച്ചിട്ട് തിരിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡ്രൈവറുടെ അടുത്ത് അവിടെ ഇറക്കി വിട്ടേരെന്നല്ല പറഞ്ഞത്, കയറ്റിയെടുത്ത് ഇറക്കി വിട്ടോളാൻ പറഞ്ഞു. അത് ഔചിത്യമാണ് അല്ലേ? അനുഗ്രഹം കൊണ്ട് മാമൻ മാപ്പിള എന്ന് എവിടെ എത്തി? അപ്പോൾ ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ചോദിക്കൊന്നും വേണ്ട, മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ മതി, കൂടെ അങ്ങ് പോകും. സന്തോഷം. നമസ്കാരം. ആ ചോദ്യത്തിന് ആൻസർ ക്ലാരിറ്റി ആയെന്ന് വിശ്വസിക്കുന്നു. സ്വാമിജിക്ക് വേറെ എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്യാനുണ്ടോ അതിനോടൊപ്പം? ഉണ്ട്. ഇവിടെ പൂർവ്വപുണ്യവും ഒക്കെയാണല്ലോ വിഷയമായത്. 3000 വർഷം ആ ആത്മാവ് എവിടെ സൂക്ഷിക്കപ്പെട്ടിരുന്നു? 3000 വർഷം കഴിഞ്ഞതിന് ശേഷം ജനിച്ചു. അതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഇതിന് ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ശ്രദ്ധയുള്ളവർ അത് മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സൂര്യനിൽ നിന്ന് അനന്തകോടി കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നത് പോലെ 14 ലോകത്തെയും ഭരിക്കുന്നത് ഒരു ഏകാക്ഷരമാണ്. ആ അക്ഷരം എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, ഓംകാരം അഥവാ ബ്രഹ്മബീജം. അതിന് പ്രണവം എന്നും പേരുണ്ട്. അപ്പോൾ ഓംകാരം അഥവാ പ്രണവമെന്ന് പറയുന്ന ബ്രഹ്മബീജമാണ് ഈ 14 ലോകത്തെയും നിയന്ത്രിക്കുന്നത്. ഏത് ദേവന് ഏത് ദേവിക്ക് ആര് എന്തർച്ചിച്ചാലും അത് സ്വീകരിക്കുന്നത് ബ്രഹ്മമാണെന്ന് ഉപനിഷത്തുക്കൾ ഉറപ്പിച്ച് പറയുന്നു. ഋഗ്വേദം പഠിച്ചിട്ടുള്ളവർക്കറിയാം ഇത് കറക്റ്റാണ്. ആര് ഈ ലോകത്ത് കൃഷ്ണനായാലും ദേവിക്കായാലും മഹാദേവനായാലും വിഷ്ണുവിനായാലും ഏത് ദേവനല്ലെങ്കിൽ ദേവിക്ക് ആരൊക്കെ എന്തൊക്കെ ഓഫറിങ്സ് വയ്ക്കുന്നുവോ അതെല്ലാം സ്വീകരിക്കുന്നത് ആരാണ്? ബ്രഹ്മമാണ്. കാരണം ബ്രഹ്മത്തിൻ്റെ കൽപ്പനയനുസരിച്ചാണ് പ്രപഞ്ചത്തിൽ എല്ലാം നടക്കുന്നത്. പ്രപഞ്ച ഭരണകർത്താക്കളായിട്ടാണ് ഈ ദേവീദേവന്മാരെയും അഷ്ടദിക്പാലകന്മാരെയും ഒക്കെ വച്ചിരിക്കുന്നത്. അപ്പോൾ ഒരാൾ ജാതകപ്രകാരം അസ്ട്രോളജി പ്രകാരം ഒരാളിൻ്റെ പൂർവ്വജന്മം എടുക്കുന്നത് 9ാം ഭാവം കൊണ്ടാണ്. 12 രാശികൾ, 27 നക്ഷത്രങ്ങൾ, 9 ഗ്രഹങ്ങൾ. 9ാം ഭാവം ഒരാളുടെ ഗ്രഹം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 9ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ഏതെന്ന് ആദ്യം നോക്കും. ഇനി 9ാം ഭാവത്തിൽ 9ാമത്തെ രാശിയിൽ ഗ്രഹമില്ലാന്ന് വയ്ക്കുക. എങ്കിൽ 9ാം ഭാവാധിപനായ ഗ്രഹം ഏത് ഗ്രഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് നിൽക്കുന്നു എന്ന് പരിശോധിക്കും. അപ്പോൾ ഈ 9ാം ഭാവാധിപൻ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ നാഥൻ ഗ്രഹാധിപൻ ഈ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ബന്ധുവാണോ ശത്രുവാണോ എന്ന് നോക്കും. മനുഷ്യർക്കിടയിൽ മിത്ര ബന്ധങ്ങൾ ഉള്ളതുപോലെ 9 ഗ്രഹങ്ങൾക്കിടയിലും ശത്രുമിത്ര ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ 9ാം ഭാവാധിപൻ ഉദാഹരണം 9ാം ഭാവത്തിൽ ലഗ്നാൽ 9 ഒരാളുടെ ജാതകത്തിൽ 9 ബുധനാണ് നിൽക്കണമെന്ന് വിചാരിക്കുക. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്ന എന്നെ കാണിച്ച ഏതോ ഒരു കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓർക്കുന്നത് രാവിലെ.
അപ്പോൾ 9ാം ഭാവത്തിൽ ബുധനാണ് നിൽക്കുന്നതെങ്കിൽ ബുധൻ്റെ ദേവനെ എന്ന് നോക്കാം. ബുധൻ്റെ ദേവൻ ശ്രീകൃഷ്ണനും ദേവി സരസ്വതിയുമാണ്. അപ്പോൾ കഴിഞ്ഞ പിതാവ്, ഗുരു, പൂർവജന്മങ്ങൾ ഇത്രയാണ് 9ാം ഭാവം കൊണ്ട് ഒരു ജാതകൻ അല്ലെങ്കിൽ ജ്യോതിഷി നിർണ്ണയിക്കുന്നത്. അപ്പം ബുധനാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം, വൈഷ്ണവ ആരാധന നടത്തിയിരുന്ന, പൂർവജന്മത്തിൽ വൈഷ്ണവാരാധന നടത്തിയിരുന്ന ഒരാത്മാവാണ് ഇപ്പോൾ ഈ ശരീരത്തിൽ കുടികൊള്ളുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഇനി ഉദാഹരണത്തിന് 9ാം ഭാവത്തിൽ നിൽക്കുന്നത് ചൊവ്വയാണെന്ന് വയ്ക്കുക. നീചഗ്രഹങ്ങളിൽപ്പെട്ടതാണല്ലോ ചൊവ്വ. ചൊവ്വയുടെ അതിദേവത ഏതാണ്? ഭദ്രകാളിയും ചാമുണ്ടേശ്വരി ദേവിയുമാണ്. എങ്കിൽ നമുക്ക് പറയാം, ഈ ആത്മാവ് മുൻ ജന്മത്തിൽ ദേവീ ഉപാസന നടത്തിയിരുന്നു എന്ന്. ഇങ്ങനെയാണ് 9ാം ഭാവത്തെ നിർണ്ണയം ചെയ്യുന്നത്. 12 രാശികളിലായി നിലകൊള്ളുന്ന ഈ 9 ഗ്രഹങ്ങൾ, ഈ 9 ഗ്രഹങ്ങളും 12 രാശികളിൽ 27 നക്ഷത്രം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥം പറഞ്ഞാൽ ഞാൻ രാവിലെ പറഞ്ഞല്ലോ, കടല് പോലെ ആഴവും പരപ്പുമുള്ളതാണ്. 10 വർഷവും നന്നായി ഒരു ഉപാസന പോലെ പഠിക്കണം. പഠിച്ചാലും ഫലം പറയുമ്പോൾ ക്ലിയർ ആവണം, വ്യക്തമാവണമെന്നില്ല. അതിന് ഒരു ഉപാസനാമൂർത്തി ഉണ്ടാകണമെന്ന് വരാഹമിഹിരൻ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജ്യോതിശാസ്ത്രം പഠിക്കുന്ന ആൾ നിർബന്ധമായും ആ ആളിന് ഒരു ഉപാസനാമൂർത്തി വേണം. സുബ്രഹ്മണ്യനാകാം, ദേവിയാകാം, വിഷ്ണുവാകാം, കൃഷ്ണനായാം, ഏതായാലും ഒരു ഉപാസനാമൂർത്തി ഉണ്ടാകണം. ഉപാസനാമൂർത്തിയുടെ പിൻബലത്തോടു കൂടി മാത്രമേ ഒരു ജ്യോതിഷിക്ക് തൻ്റെ മുന്നിലെത്തുന്ന കക്ഷിയുടെ ആവശ്യം തൃപ്തികരമായി പരിഹരിക്കാൻ കഴിയൂ. അത്രയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു തരം തപസ് തന്നെ. ജ്യോതിഷം പഠിച്ചിട്ടുള്ള ഒരാളും എത്ര ബുദ്ധിമുട്ടിയാലും ശരി പട്ടിണി കിടക്കില്ല. കാരണം അത് സുബ്രഹ്മണ്യൻ്റെ വാക്കാണ്, സുബ്രഹ്മണ്യൻ്റെ സ്വത്താണല്ലോ ജ്യോതിഷം. തപസ് ചെയ്തപ്പോൾ വരാഹമിഹിരന് കൊടുത്തതാണല്ലോ ഘോരാശാസ്ത്രം എന്ന് പറയുന്ന ഈ ജ്യോതിഷ ഗ്രന്ഥം. ഘോരയെ ഇപ്പം വാൽമീകി രാമായണത്തെ പുരസ്കരിച്ചിട്ടാണല്ലോ നമ്മൾ ഇത് പിന്നെ എഴുത്തച്ഛൻ്റെ രാമായണം ഉണ്ടാകുന്നത്. അതുപോലെ ഇത് ഘോരാശാസ്ത്രത്തിൽ നിന്നാണ് ജ്യോതിഷ പ്രമാണങ്ങളായ ഗ്രന്ഥങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. പിന്നെ അത് 100% കറക്റ്റ് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അത്രത്തോളമൊന്നും നമ്മൾ ഒരു ജ്യോത്സ്യനും ഉയരത്തില്ല. അത്രയ്ക്ക് ഇതാണ്. ചിലപ്പോൾ അത്രയും ഉപാസനയൊക്കെ കൊണ്ട് മുൻ ജന്മത്തിലൊക്കെ അങ്ങനെ ഉപാസിച്ച് വന്ന് ആ ഉപാസനയുടെ ബലം കൊണ്ട്, പുണ്യം കൊണ്ട് പറയുന്നത് കുറേ ശരിയാവും. നമുക്കെല്ലാം സുപരിചിതനായിരുന്നു സംഗീതത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? തിരുവനന്തപുരത്ത് കറക്റ്റ് സ്വാതി തിരുനാൾ അല്ലേ? സ്വാതി തിരുനാളിൻ്റെ അമ്മ സ്വാതി തിരുനാളിൻ്റെ വയറ്റിൽ പേറിയ 6ാം മാസം അന്നത്തെ ജ്യോത്സ്യന്മാർ ഈ കുഞ്ഞിൻ്റെ ജാതകം എഴുതി. കുഞ്ഞ് പറഞ്ഞിട്ടില്ല, ഉദരത്തിൽ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ജനിക്കുന്നത് ഇന്ന സമയത്തായിരിക്കുമെന്നും സംഗീതത്തിൽ ലോകപ്രശസ്തനാകുമെന്നും ഇത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്നും ഇന്ന ഗുണങ്ങളായിരിക്കുമെന്നും നക്ഷത്രം ഇന്നതായിരിക്കുമെന്നും ലഗ്നം ഇന്നതായിരിക്കുമെന്നും ചന്ദ്രലഗ്നം 6-ലായിരിക്കുമെന്നും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചു. അതിൽ പറഞ്ഞതുപോലെ സംഭവിച്ചു മരണം വരെ. അപ്പം അഷ്ടാംഗശാസ്ത്രത്തിലെ ജ്യോതിഷമെന്ന് പറയുന്ന ഗ്രന്ഥം, ആ ശാസ്ത്രത്തിൻ്റെ മഹത്വം എത്ര ഹയ്യസ്റ്റാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇത്രയാണ് എനിക്ക് ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാനുള്ളത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാര്യം, അദ്ദേഹമാണ് നമുക്കെല്ലാം ഇത്തിരി അറിവ് പകർന്നു തന്നത്. ഗുരുജിയെ കൊണ്ട്, എന്നെ കൊണ്ട്, സാറിനെ കൊണ്ടും ഒക്കെ ഈ പറയിപ്പിച്ചതൊക്കെ അദ്ദേഹമാണ്, അമ്മയുടെയും അച്ഛൻ്റെയും ഇത് കാര്യം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, അവർ ചെയ്ത തെറ്റുകൾ പുറത്ത് തീർച്ചയായിട്ടും അച്ഛനമ്മയെ അങ്ങ് സംരക്ഷിക്കണം. അത് അങ്ങയുടെ സ്വധർമ്മവും സ്വകർമ്മവുമാണ്. പൂർത്തിയാവുള്ളൂ. സ്വാമി പറഞ്ഞതിന് ഒരു കാര്യം കൂടി പറഞ്ഞാൽ പൂർത്തിയാവും. കാരണം ഇവിടെ സ്വാതി തിരുനാളിൻ്റെ പൂർവ്വകാലം പ്രവചിച്ചു എന്ന് പറഞ്ഞു. പണ്ടുള്ളവർക്ക് ശാന്തി മുഹൂർത്തമുണ്ട്. ഇന്നൊരു കൊച്ചിൻ്റെ പറയാൻ പറ്റുമോ? കുട്ടി ഉണ്ടായാലേ പറയാൻ പറ്റുള്ളൂ. ഉള്ളിൽ കിടക്കുന്ന കൊച്ചിൻ്റെ ജാതകം എഴുതുന്ന ആരെ കൊണ്ടും പറ്റില്ല. അങ്ങനെ ബ്രഹ്മജ്ഞാനി ഉണ്ടോ സ്വാമി? അതെ, പരിപാടി തീർന്നു. പണ്ടുള്ളവരുടെ ക്വാളിറ്റി ഇന്ന് ഇല്ലാണ്ട് പോയതിന് കാരണം ഈ ശവക്കറി തീറ്റയും തോന്നിവാസമുള്ള ഇന്ദ്രിയത്തിന് ഇഷ്ടപ്പെട്ടല്ലാണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. അതൊരു മായ തന്നെയാണ്.
നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ കഷ്ടപ്പാടുള്ള ജീവിതം അത് നിഷ്ഠയോടുകൂടി ജീവിക്കാമെങ്കിൽ എവിടെയെങ്കിലും എത്തും, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. അവസാനം വട്ടപൂജ്യത്തിലേ ചെന്നെത്തുള്ളൂ. നിങ്ങൾ ഇത്ര നേരമൊക്കെ കേട്ടു, ശരിയാണ്. ഇതിനകത്ത് എത്ര പേര് ഇത് പാലിക്കും, എത്ര പേര് ജീവിക്കാൻ വേണ്ടി ഇതിന് തയ്യാറാവും, അവർക്കൊക്കെ നേട്ടമുണ്ട്. അല്ലാത്തവരൊക്കെ ഇതിലെ കേട്ടു, ഇതിലെ കളഞ്ഞു. 2.5 മണിക്കൂർ സിനിമ പോയി കാണണം ഇതിലും ഭേദം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരല്പം ഇറങ്ങി പോകുമ്പോൾ ഒരു സന്തോഷമെങ്കിലും തോന്നും. ഇതിവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് പാലിച്ച് ശീലിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ധർമ്മത്തിന് ധർമ്മം കൊണ്ട് മാത്രമേ നേരിടാൻ പറ്റുള്ളൂ. അധർമ്മിയാണെന്നുണ്ടെങ്കിൽ അവന് കണ്ടമാനം കൂട്ടുകെട്ട് വേറെ ഉണ്ട്. ധർമ്മം കൊണ്ട് മാത്രം ജീവിക്കാനേ പറ്റുള്ളൂ. നിർത്തല്ലേ സ്വാമിജി? സന്തോഷം. എന്തായാലും വളരെ നല്ല രീതിയിലാണ് ഈ പറയുന്ന ജ്യോതിശാസ്ത്രത്തിന് സ്വാമിജി ഒരു നല്ലൊരു വ്യാഖ്യാനം കൊടുത്തത്. ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. അതായത് വളരെ പ്രഗത്ഭന്മാരായി നിൽക്കുന്ന പല ജ്യോതിഷന്മാരും എന്തുകൊണ്ട് അവരുടെ ജീവിതം അനാരോഗ്യമായി പോകുന്നു, ഇതൊന്നും ഇപ്പൊ സ്വാമിജി ആൻസർ പറയണ്ട, അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അല്ല, ഞാനത് അബാക്കിലൂടെ കുറെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കാര്യം. നമുക്ക് എന്തായാലും ഇതിന്റെ ബാക്കിയുള്ള ഒരുപാട് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. പ്രതിവേട്ടൻ അടുത്ത ചർച്ചയ്ക്കുള്ള തുടക്കം കുറിച്ചു വെച്ചതാണ്. ഇതിവിടെ അവസാനിക്കുന്നില്ല എന്നൊരു സന്ദേശമാണ് പ്രതിവേട്ടൻ നൽകിയത്. പക്ഷേ സ്പിരിച്വൽ അവേഴ്സിന്റെ അവസാനത്തെ എഡിഷനാണിത്, തിരുവനന്തപുരം. ഞാനിത് ഓൾറെഡി പ്രഖ്യാപിച്ചതാണ്. പുതിയ പേരിൽ പുതിയ ഭാവത്തിൽ നമുക്ക് വീണ്ടും കാണാം.